എവരിവൺ. കേരളത്തിലെ സാധാരണ സ്കൂളിൽ പഠിച്ച് സൈലത്തിൽ ഒരു വർഷം വീര ബാച്ചിൽ അഥവാ ഓഫ്ലൈൻ ബാച്ചിൽ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പസായ NIT കാലിക്കട്ടിൽ ഇപ്പോൾ പഠിക്കുന്ന അഭിരാജാണ് കൂടെ. അഭിരാജിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികളൊക്കെ എന്താണെന്ന് നോക്കാം. ഹായ് അഭിരാജ്. അപ്പോൾ ഇപ്പോൾ ഉള്ള പല ആസ്പിരൻസും ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും. എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ പ്ലാൻ ആണോ, അല്ല ഹാർഡ് വർക്ക് ആണോ, അല്ല നമ്മുടെ സ്ട്രാറ്റജി ആണോ, എങ്ങനെയൊക്കെ ആയിരിക്കും പഠിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ എന്താണ് അഭിരാജിന് അതിന് കൊടുക്കാൻ ഉത്തരം? ഇത് നമ്മളിപ്പോൾ പഠിച്ച ഒരു 10 മാസം പഠിച്ച ഇത് വെച്ചിട്ട് നമ്മളെക്കുറിച്ച് നമുക്കൊരു ഇതുണ്ടാവും. നമ്മൾ ഈ സബ്ജക്റ്റിൽ ഇന്ന ഇത് വീക്കാണ്, ഇന്ന സ്ട്രോങ് ആണ്. സോ വീക്കായ പോർഷൻസ് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ സ്ട്രോങ് ആയതിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്ത് അതിൽ കുറച്ചും കൂടി പ്രോബ്ലംസ് ചെയ്ത് അത് നന്നായിട്ട് ചെയ്യാൻ നമുക്ക് കിട്ടും. അതായത് സ്ട്രോങ് ആയത് വീണ്ടും സ്ട്രോങ് ആക്കുക അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കണം. അത് റിസ്കിയാണ്. എളുപ്പമുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ജസ്റ്റ് പച്ചെങ്കിൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ വിടുക. അതായത് നമുക്ക് എളുപ്പമുള്ള പെട്ടെന്ന് നോക്കിയാൽ കിട്ടുകയാണെങ്കിൽ മാത്രം ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം. അല്ല, നമ്മളിപ്പം ചില ചാപ്റ്റേഴ്സ് ഇപ്പം മാത്സിലൊക്കെ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ റിലേഷൻ ഫംഗ്ഷൻ ചാപ്റ്റർ ഭയങ്കര ടഫായിട്ടുള്ള ചാപ്റ്ററാണ് നമുക്കറിയാം. അപ്പോൾ അതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ച് ബേസിക് തിയറി അറിയുമെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ പഠിക്കണോ, അല്ല പിന്നെ അത് കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യണോ? സ്കിപ്പ് ചെയ്യുന്നതിനെക്കാളും നല്ലത് ഒരു സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒന്ന് ജസ്റ്റ് നോക്കുക, അത് പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ വന്നാൽ എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പഠിക്കാം. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ചെയ്യണ്ട അല്ലേ? അപ്പൊ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ അഭിരാജ് കളക്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അഭിരാജിന് എങ്ങനെയെങ്കിലൊക്കെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു? സൈലത്തിൽ നിന്ന് കുറെ സപ്ലൈ ചെയ്തു, അത് വെച്ച് പഠിച്ചു. പിന്നെ കുറെ മൊഡ്യൂൾ ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം റിവിഷൻ, LMRP ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ അല്ലേ? അതൊക്കെ നല്ല ഉഷാറാക്കിയിട്ട് പഠിച്ചു അല്ലേ? അപ്പോൾ അങ്ങനെയാണ് അഭിരാജ് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ടോപ്പിക്കുകൾ എന്താക്കുക, ഒന്നും കൂടി അടിപൊളിയായിട്ട് സ്ട്രോങ് ആക്കുക അല്ലേ? പുതിയതിലേക്ക് നമ്മൾ ഇപ്പം എന്താ എടുക്കണ്ട. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് NIT-ലാണ്. നല്ല വലിയ ക്യാമ്പസ് ആണ്. ക്യാമ്പസ് എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞോ? മൊത്തം കാണാൻ ടൈം ആയിട്ടില്ല. ഒരുപാട് കാണാനുണ്ട്. എന്തുണ്ട് സ്കൂൾ ലൈഫും അതോടൊപ്പം തന്നെ കോളേജ് ലൈഫും നമ്മൾ എന്താണ് വ്യത്യാസം? സ്കൂൾ ലൈഫ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ സോണാണ്. ഇത് ഇത്ര ടൈം ഇത്ര ക്ലാസ്, എല്ലാ ക്ലാസ്സും മാൻഡേറ്ററി ആണ്. അങ്ങനെ ഒരു ടീച്ചേഴ്സ് സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇത് എന്ന് വെച്ചാൽ ഇത് നമ്മളെ ഫ്രീഡം ആണ്. ബട്ട് ഫ്രീഡം ആവുന്നതിന് നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മളെ തന്നെ മെച്യൂർ ആവണം. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടത് നമ്മളെ തന്നെ പഠിപ്പിക്കണം. പക്ഷെ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടാവും, പാരന്റ്സ് ഉണ്ടാവും, നമ്മളെ ഗൈഡ്. പക്ഷെ നമ്മളെ തന്നെയാണ് ഇവിടുത്തെ നമ്മളെ ഗൈഡ്. തീർച്ചയായിട്ടും. കാരണം നമ്മളത് എന്തായി നമ്മുടെ മെച്ചോർഡ് ആയിട്ട് വരികയാണ്. അപ്പം നമ്മുടെ വ്യക്തിത്വം രൂപീകരിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ക്യാമ്പസ് നമ്മളെ സഹായിക്കും അല്ലേ? എന്താണ് ക്യാമ്പസിൽ കൂടുതലായിട്ടും അട്രാക്ട് ചെയ്തത്? എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ് ക്യാമ്പസ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല ഭംഗിയാണ് ക്യാമ്പസ്. പിന്നെ ഓരോ മൊമെന്റ്സ് അടിപൊളിയായിട്ട്, ഫ്രണ്ട്സ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ? ക്ലാസ്സുകളൊക്കെ അത് കൾച്ചേഴ്സ് ആയിട്ടുള്ള കൊളാബറേഷൻ. ലൈക്ക് എന്റെ റൂംമേറ്റ്സ് ഗുജറാത്ത്, ബംഗാൾ. അപ്പൊ അവരുടെ കൾച്ചർ അറിയാം, എന്റെ കൾച്ചർ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോകം കാണും, ഇന്ത്യ മുഴുവൻ ഒരിടത്ത് എന്ന പോലെ. ഓക്കെ, എന്നുള്ള പോലെ നമുക്ക് അതായത് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് കണക്ഷൻസ് കിട്ടും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇനിയുള്ള JEE Main 2025 ആസ്പിരൻസ് അല്ലേ? അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഹാർഡല്ല ഇത്. നിങ്ങൾ കഷ്ടപ്പെട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിയൊന്നും വേണമെന്നില്ല. ബുദ്ധി വേണ്ട, നിങ്ങളെ കൺസിസ്റ്റൻസും ഹാർഡ് വർക്കും. ഇത് കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കല്ലേ ഇവിടെ കിട്ടുക. കൺസിസ്റ്റന്റ് ആയിട്ട് ആ പ്ലാനിൽ തുടരാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അതിന് നിങ്ങൾക്ക് ഒരു പറ്റിയ ചോയ്സ് ആണ് സൈലം. സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് കിട്ടുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ്. യെസ്, തീർച്ചയായിട്ടും. അപ്പം സൈലം അഭിരാജിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ അഭിരാജ് ഏട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് NIT കാലിക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്ന ഒരാളാണ് അഭിരാജ് അല്ലേ? വന്ന് കണ്ടാൽ മതി, സൈലത്തിലെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അല്ലേ? ഓക്കെ അഭിരാജ്. അപ്പോൾ മക്കളെ അഭിരാജ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എത്താൻ വേണ്ടി പറ്റും. നമ്മുടെ ലൈഫ് എന്താവണമെന്ന് തീരുമാനിക്കുന്ന എക്സാമാണ് JEE Main. അതിന് നമ്മളെ കൊണ്ട് പറ്റുമെന്നാണ് അഭിരാജ്. ഒരുപാട് ബ്രില്യൻ്റ് ആവണമെങ്കിൽ ഒരുപാട് ബുദ്ധി വേണമെന്നൊന്നുമല്ല പറയുന്നത്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. വി വിൽ ഡെഫിനറ്റ്ലി റീച്ച് അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഓൾ ദി ബെസ്റ്റ് പറയും. ഓൾ ദി ബെസ്റ്റ്.